രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഇന്ത്യൻ ക്രിക്കറ്റിന് എന്താണ്, ആരാണ്? ഈ ഒരു ചോദ്യത്തിന് പ്രത്യേകിച്ച് ആരും മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ലോകത്തിനറിയാം, ക്രിക്കറ്റ് അറിയാവുന്നവർക്കറിയാം, രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ക്രിക്കറ്റിന് എത്രമാത്രം പ്രിയപ്പെട്ടതാണെന്ന്. ഇന്ത്യൻ ക്രിക്കറ്റിന് മാത്രമല്ല, ലോക ക്രിക്കറ്റിന് എത്രമാത്രം പ്രിയപ്പെട്ടവരാണെന്ന്. ഈ രണ്ട് താരങ്ങളും എത്രമാത്രം അപകടകാരികളാണെന്നുള്ള കാര്യവും ഇനി ആരെയും ഒരു റെക്കോർഡുകളും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. കാലങ്ങളായി ഒന്നോ രണ്ടോ മൂന്നോ തവണ തെളിയിച്ചിട്ടുള്ളതല്ല, പല തവണ പലപ്പോഴായി തെളിയിച്ച് അടിവരെ ഇട്ട് പറയുന്നതാണ്. ലാസ്റ്റ് ഇന്ത്യ തോറ്റുപോയിട്ടുള്ള മത്സരം എടുത്തു നോക്ക്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും എന്താണ് അവിടെ കാഴ്ചവെച്ചത്? ലോർഡ്സിന്റെ മൈതാനത്ത് അവരവരുടെ വിശ്വരൂപം പുറത്തെടുക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തി. ഏറ്റവും അവസാനത്തെ ഏകദിന മത്സരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് രോഹിത് ശർമ്മയെ കുറിച്ചിട്ട് ഒരുപാട് ഗോസിപ്പുകൾ സോഷ്യൽ മീഡിയ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ കൃത്യമായിട്ടുള്ള ഒരു മറുപടി കിടിലൻ സെഞ്ചുറി ആയിട്ട് രോഹിത് ശർമ്മ നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. കൺസിസ്റ്റൻസി എന്ന് പറയുന്ന വാക്കിന് ഒരു മീനിങ്, ഒരു വ്യക്തിയുടെ പേര് പറയാനുണ്ടെങ്കിൽ കാലാകാലങ്ങളോളം ക്രിക്കറ്റ് പ്രേമികൾ പറയും അത് വിരാട് കോഹ്ലി അല്ലേന്ന്. വിരാട് കോഹ്ലിയും അദ്ദേഹത്തിൻ്റെ ആദ്യ ലോർഡ് സെഞ്ചുറിയുടെ തൊട്ടരികിൽ വന്ന് വീണു പോയിട്ടുണ്ടെങ്കിലും ഗംഭീരമായിട്ടുള്ളൊരു ഹാഫ് സെഞ്ചുറി ഇന്നിങ്സ് നമുക്ക് വേണ്ടിയിട്ട് കാഴ്ചവെച്ചു. പറഞ്ഞു വരുന്നത് വേറെ ഒന്നിനെ കുറിച്ചിട്ടുമല്ല, 2027 ക്രിക്കറ്റ് വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള, ഏകദിന വേൾഡ് കപ്പിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഗംഭീരമായിട്ട് നടക്കുകയാണ്. ഇന്ത്യൻ ടീം ഇപ്പോൾ ഒരു ഷിഫ്റ്റിംഗ് ഫേസിലാണ്. T20 വേൾഡ് കപ്പിൽ തുടരെ 2 തവണ ചാമ്പ്യന്മാരായി. 2023 നമ്മൾ ഫൈനലിലാണ് ഏകദിന വേൾഡ് കപ്പിൽ തോറ്റുപോയത്. പക്ഷേ ഇന്ത്യയുടെ ഇപ്പോഴത്തെ റീസെൻറ്റ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കൗട്ട് ഗെയിമുകളിൽ പഴയതുപോലെ പ്രഷറിൽ കളിക്കുന്ന ടീമല്ല, ജയിച്ച് കയറുന്ന ടീമുകളാണ്. ഫൈനലുകൾ ജയിക്കുന്ന, ഒരു മത്സരങ്ങളും തോൽക്കാതെ എല്ലാ കിരീടങ്ങളും സ്വന്തമാക്കുന്ന, ചാമ്പ്യൻസ് ട്രോഫി ഉൾപ്പെടെ സ്വന്തമാക്കി അത്രമാത്രം കോൺഫിഡൻസിൽ നിൽക്കുന്ന ഒരു ടീമാണ്. പക്ഷേ T20 റീസെൻ്റ്ലി സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്കൊട്ടും പ്രത്യേകിക്കാനുള്ള കാര്യങ്ങളില്ല. T20 അയർലൻഡിനെതിരെ പരാജയപ്പെടുന്നു, അത് കഴിഞ്ഞ് ഇംഗ്ലണ്ടിനെതിരെ പരാജയപ്പെടുന്നു. വൈറ്റ് വാഷുകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ ബ്ലാങ്ക് ആയിട്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ്. പക്ഷേ ഏകദിന വേൾഡ് കപ്പിലേക്ക് എത്തുമ്പോൾ രോഹിത് ശർമ്മയെ ഒഴിവാക്കാൻ ഒരു വലിയ ഗ്രൂപ്പിന് വലിയ ശ്രമങ്ങളുള്ളതായിട്ടായിരുന്നു പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. പല സ്പെഷ്യലിസ്റ്റുകളായിട്ടുള്ള ജേർണലിസ്റ്റുകൾ, സ്പോർട്സ് ജേർണലിസ്റ്റുകൾ പറയുന്നുണ്ടായിരുന്നു രോഹിത്തിനെ ഒഴിവാക്കാൻ വലിയ ശ്രമം ചിലയിടങ്ങളിൽ നിന്ന് നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ റീസെൻ്റ്ലി രോഹിത് ശർമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്, പല ഗോസിപ്പുകൾ മീഡിയാസിൽ വരും, ആ ഗോസിപ്പൊക്കെ എനിക്കിഷ്ടമാണ്, അതൊക്കെ ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ, പക്ഷേ എന്ന് കളി നിർത്തുമെന്ന് തീരുമാനിക്കുന്നത് ഞാനായിരിക്കും എന്നുള്ളത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ബാറ്റ് ഇതുപോലെ മറുപടി പറയുന്നിടത്തോളം കാലം ആ ഒരു പേര് മായ്ച്ചു കളയാൻ ആരെക്കൊണ്ടും കഴിയില്ല എന്നുള്ളതാണ്. ഇനി നമുക്ക് കുറച്ച് കണക്കുകൾ നോക്കാം. കണക്കുകളാണല്ലോ എപ്പോഴും പറയുന്നത്. എന്തുകൊണ്ടാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും 2027 ഏകദിന വേൾഡ് കപ്പിൽ ഇന്ത്യക്ക് ആവശ്യം എന്നുള്ളത്? ഇതിനകത്തൊരു ഇമോഷണൽ ഫാക്ടർ ഉണ്ട്. ഏതൊരു ആരാധകനെ സംബന്ധിച്ചിടത്തോളവും ഇത്രയും കാലം നമ്മളുടെ ക്രിക്കറ്റിനെ മനോഹരമാക്കിയിട്ടുള്ള ഈ രണ്ട് പേരുകൾ ആ ഒരു ടീമിനോടൊപ്പം ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ഇമോഷണൽ ഫാക്ടർ അവിടെ ഒരു സൈഡിൽ ഉണ്ട് എന്നുള്ളത് സ്ട്രോങ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇമോഷണൽ ഫാക്ടർ അവിടെ നിൽക്കട്ടെ. ഇമോഷൻ വെച്ചല്ല ഗെയിം കളിക്കേണ്ടത്. ഗെയിമിന് റിസൾട്ട് ഓറിയൻറ്റഡ് ആയിരിക്കണം എന്നൊരു പരിശീലകനോ ക്യാപ്റ്റനോ നിർബന്ധം പിടിച്ചു കഴിഞ്ഞാൽ നമ്മളത് അംഗീകരിച്ചേ പറ്റൂ. ഓക്കെ, പക്ഷേ പെർഫോമൻസ് ഫാക്ടർ എടുത്തു നോക്ക്. ഇന്ത്യൻ ടീമിൽ നിലവിൽ പെർഫോമൻസ് ഫാക്ടറിൽ എവിടെയാണ് ഇവർ താഴേക്ക് പോയിട്ടുള്ളത്? ചില മത്സരങ്ങളിൽ ഫോം ഔട്ട് ആയിട്ടില്ല എന്നൊന്നും പറയുന്നില്ല, പക്ഷേ ഏകദിനത്തിൽ ഏറ്റവും മികച്ച ആവറേജ് ഉള്ള, ഏറ്റവും മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുന്ന, ക്രിട്ടിക്കൽ സിറ്റുവേഷനുകളിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റിയിട്ടുള്ള രണ്ട് പേരുകളെ മാറ്റിവെക്കുന്നതിനെ കുറിച്ചിട്ട് ഇന്ത്യൻ ടീം മാനേജ്മെൻറ്റിൽ ഒരു ചർച്ച ഉണ്ടാകേണ്ട കാര്യമില്ല. രോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ബാറ്ററുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ബിഗ് സ്റ്റേജുകളിലുള്ള പെർഫോമൻസ് ആണ്. 2023 ഏകദിന വേൾഡ് കപ്പിൽ രോഹിത് എന്താണ് നമുക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പ്രകടനങ്ങളെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ സെഞ്ചുറികൾ വേൾഡ് കപ്പിൽ നേടിയ ഒരു ഇന്ത്യൻ താരമായിട്ട് തലയുയർത്തി പിടിച്ച് നിൽക്കുമ്പോൾ ആ ഒരു താരം 2027 വേൾഡ് കപ്പിൽ എത്തുമ്പോൾ നമ്മളൊക്കെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു കാര്യം അദ്ദേഹം ക്യാപ്റ്റനായിട്ട് എത്തണമെന്നായിരുന്നു. പക്ഷേ ഇപ്പം ഗില്ലാണ് ക്യാപ്റ്റൻ. പക്ഷേ ഓപ്പണിംഗ് റോളിൽ രോഹിത്തിനപ്പുറം അപകടം വിതയ്ക്കാൻ പറ്റുന്ന മറ്റൊരു പേര് നിലവിൽ സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. സൗത്ത് ആഫ്രിക്കൻ പിച്ചിലുള്ള രോഹിത്തിൻ്റെ സ്റ്റാറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രഹ്മാണ്ഡ സ്റ്റാറ്റുകൾ എന്ന് പറയാൻ പറ്റില്ല. സൗത്ത് ആഫ്രിക്കയിൽ പലപ്പോഴും പല മത്സരങ്ങളിലും ഏറ്റവും മികച്ച സ്കോറുകളിലേക്ക് എത്താൻ രോഹിത് ശർമ്മയ്ക്ക് കഴിഞ്ഞിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസിന് സൗത്ത് ആഫ്രിക്കയിൽ ഈ തവണ കൃത്യമായ മറുപടി പറയാൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് ക്രിക്കറ്റ് എക്സ്പേർട്ടുകളുടെ വിലയിരുത്തൽ. വിരാട് കോഹ്ലിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സൗത്ത് ആഫ്രിക്കയിൽ അദ്ദേഹം പലതവണ പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ആ പ്രൂവ് ചെയ്തത് വീണ്ടും തുടരുക എന്നുള്ളതാണ്. ടച്ച് കിട്ടിക്കഴിഞ്ഞാൽ രോഹിത് ശർമ്മ എത്രമാത്രം അപകടകാരിയാണ്, അദ്ദേഹത്തെ എവിടെയും തളച്ചിടാൻ പറ്റില്ല എന്ന് ലോക ക്രിക്കറ്റിലെ പാട്ടാണ്. എവിടെയെങ്കിലും ഒന്ന് സ്റ്റോപ്പ് ചെയ്യാൻ അവസരം കിട്ടുകയാണെങ്കിൽ അവിടെ നിർത്തിക്കോണം പുള്ളിയെ. പിന്നൊരവസരം കൊടുത്തു കഴിഞ്ഞാൽ പിന്നൊരു തിരിച്ചു പോക്കില്ല. അതുപോലെ തന്നെ ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ ഒരു പ്രഷറും ഇല്ലാതെ എത്ര വലിയ സ്കോറുകളും ചേസ് ചെയ്യാൻ വിരാട് കോഹ്ലി ഉണ്ടെങ്കിൽ ഇന്ത്യൻ ടീമിന് കിട്ടുന്ന ആത്മവിശ്വാസവും
ചില്ലറയൊന്നുമല്ല. എന്തായാലും ഈ 2 ലെജൻഡറി പ്ലെയേഴ്സിനെ കുറിച്ച്, അവരുടെ ഫോമിനെ കുറിച്ച് വേൾഡ് കപ്പിൻ്റെ ഈ ഒരു ബിഗ് സ്റ്റേജിൽ വലിയ സംശയങ്ങളൊന്നും വേണ്ട. അവരുടെ കണക്കുകൾ കൃത്യമായി തീർത്തോളും. ഞാനിപ്പോൾ നേരത്തെ സൗത്ത് ആഫ്രിക്കയിലെ സ്റ്റാറ്റ് പറഞ്ഞപ്പോൾ രോഹിത്തിനെതിരായിട്ടുള്ള കുറച്ച് ആളുകൾ പറയുന്ന ഒരു സ്റ്റാറ്റുണ്ട്. സൗത്ത് ആഫ്രിക്കൻ സോയിൽ രോഹിത് ശർമ്മയ്ക്ക് വലിയ ട്രാക്ക് റെക്കോർഡുണ്ടോ? ഇല്ല, സൗത്ത് ആഫ്രിക്കൻ സോയിൽ രോഹിത് ശർമ്മയ്ക്ക് വലിയ ട്രാക്ക് റെക്കോർഡില്ല. ആവറേജും അത്ര കിട്ടില്ല ആവറേജൊന്നും അല്ല. പക്ഷേ നേരെ മറിച്ച് വിരാട് കോഹ്ലിയെ വെച്ച് നോക്കുകയാണെങ്കിൽ 70+ ആവറേജിൽ, ഗംഭീര ആവറേജിൽ മികച്ച പെർഫോമൻസ് പലപ്പോഴും സൗത്ത് ആഫ്രിക്കൻ സോയിലിൽ വിരാട് കോഹ്ലി കാഴ്ചവെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് വീണ്ടും അടിവരയിടുന്നു. ഇവരുടെ എക്സ്പീരിയൻസ് ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഗ്രാൻഡ് സ്റ്റേജിൽ ഇന്ത്യക്ക് വളരെയധികം ഗുണം ചെയ്യും. ഇന്ത്യയുടെ ബൗളിംഗ് നിരയെ കുറിച്ചിട്ട് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. ചെണ്ട ബൗളിംഗ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ബുംറയൊക്കെ എത്തുന്നതോടുകൂടി ആ ഒരു ബൗളിംഗ് നിരയ്ക്ക് ഒരു കൺസിസ്റ്റൻസി നിലനിർത്തി ബൗളിംഗ് നിരയും ഒപ്പം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബാറ്റിംഗ് നിരയും കൂടെ വരുമ്പോഴത്തേക്ക് കാര്യങ്ങൾ കുറച്ച് ഉഷാറാവും. ക്യാപ്റ്റൻ ഗിൽ ഒരു തരത്തിൽ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പേഴ്സണലി ഞാൻ ഗില്ലിൻ്റെ ഒരു ഫാനല്ല കേട്ടോ. ഗില്ലിനെ കുറ്റം പറയല്ല, എന്നാലും ഗില്ലിനോട് എന്തോ ഒരു അകൽച്ച എനിക്ക് എപ്പോഴും പേഴ്സണലി തോന്നിയിട്ടുണ്ട്. എന്നാൽ പോലും ഗില്ല് ഒരു കിടിലൻ ബാറ്റ്സ്മാനാണ്, കൺസിസ്റ്റൻറ്റ് പ്ലെയറാണ്. ഒരു തരത്തിൽ നമുക്കത് കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. ടെസ്റ്റ് ക്രിക്കറ്റിലും ഏകദിന ക്രിക്കറ്റിലും ഇന്ത്യയുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനുകളിലൊന്നാണ്. ഗില്ല് അവിടെ ഓപ്പണിംഗ് റോളിൽ നിൽക്കട്ടെ. ഗില്ലിന് കട്ട സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് രോഹിത് ശർമ്മ വരുന്നു. ഒരു ബാക്കപ്പ് ഓപ്പണായിട്ട് നമുക്കവിടെ ജയ്സ്വാളിനെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നു. 3-ാം നമ്പറിൽ നമുക്കൊരു പേരുകളും വേറെ മനസ്സിൽ വരാൻ വേണ്ടിയിട്ടില്ല. അവിടെ വിരാട് കോഹ്ലി തന്നെയാണ് തിളങ്ങി നിൽക്കേണ്ട പേര്. വിരാട് കോഹ്ലി തന്നെയാണ് നിറഞ്ഞു നിൽക്കേണ്ട പേര്. ഇനിയും സംശയങ്ങൾ കുറേ വരും. മിഡിൽ ഓർഡറിൽ ആരൊക്കെ ആയിരിക്കും എന്നുള്ളത്. ഇഷാൻ കിഷൻ്റെ പേര് മുൻപന്തിയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പലപ്പോഴും അഗ്രസീവായിട്ടുള്ള ഇന്നിങ്സുകൾ ഇഷാൻ കിഷനെ കൊണ്ട് സാധ്യമാകുന്ന ഒരു പേരാണ്. ഇഷാൻ കിഷന് പകരം വേറെ ഏതെങ്കിലും പേരുകളും അവിടെ പരിഗണിക്കണോ എന്നുള്ളൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ശ്രേയസ് അയ്യർ മിഡിൽ ഓർഡറിലൊരു മസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. ശ്രേയസ് അയ്യർ ഉണ്ടാവും. ശ്രേയസ് അയ്യർ പലപ്പോഴും ക്രിട്ടിക്കൽ സിറ്റുവേഷനുകളിൽ ടീമിൻ്റെ രക്ഷകനാകാൻ പറ്റുന്നൊരു പേരാണ്. KL രാഹുൽ ആയിരിക്കും ഫസ്റ്റ് ഓപ്ഷൻ വിക്കറ്റ് കീപ്പർ. പ്രത്യേകിച്ചും ODI ക്രിക്കറ്റിന് KL രാഹുൽ ഗുണകരമാകുമെന്ന് തന്നെയാണ് വിശ്വാസം. പക്ഷേ 2023 വേൾഡ് കപ്പ് ഓർമ്മയുള്ളവർക്ക് KL രാഹുലിൻ്റെ അന്നത്തെ ഇന്നിങ്സിൻ്റെ കാര്യത്തിൽ കുറേ വിമർശനങ്ങൾ പറയാനുണ്ടാവും. നമ്മുടെ മനസ്സ് വല്ലാണ്ട് പാളിക്കളഞ്ഞിട്ടുള്ളൊരു ഇന്നിങ്സ് ആയിരുന്നു. പക്ഷേ KL രാഹുൽ തന്നെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഹാർദിക് പാണ്ഡ്യ ആ ഒരു പരിക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറ്റി, അല്ലെങ്കിൽ ഇപ്പം നിലവിൽ ഹാർദിക്കിനെ ഒഴിവാക്കുന്ന ഒരു ട്രെൻഡുണ്ട്. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഹാർദിക് ഉറപ്പായിട്ടും ഉണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. അക്സർ പട്ടേൽ ആയിരിക്കാം ആ ഒരു സ്പിന്നിങ് ഓപ്ഷൻ, അതോ ഇനി വാഷിംഗ്ടൺ സുന്ദർ ആയിരിക്കും ആ ഓപ്ഷൻ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ്. മുഹമ്മദ് ഷമി നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു. പക്ഷേ മുഹമ്മദ് ഷമീനെ ഇന്ത്യൻ ടീം പരിഗണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരിഗണിക്കുന്നില്ല എന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. സിറാജിനെ പരിഗണിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലും ഡൗട്ട്ഫുള്ളാണ്. സിറാജിനെയും പരിഗണിക്കേണ്ട ഒരു പേരാണ്. പ്രത്യേകിച്ചും സൗത്ത് ആഫ്രിക്കൻ പിച്ചുകളിൽ സിറാജൊക്കെ തീയാവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടില്ല. പ്രസീദ് കൃഷ്ണയെ പരിഗണിക്കുമെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഇന്ത്യൻ പരിശീലകർക്ക്, ഇന്ത്യൻ സെലക്ടർമാർക്കും വലിയ രീതിയിൽ പ്രസീദിനോടും ഹർഷിത് റാണയോടും ഒരു താല്പര്യം ഉണ്ടായതുകൊണ്ട് അവർ ആ ടീമിൻ്റെ ഭാഗമാകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഡൗട്ടും ഇല്ലാണ്ട് നമ്മൾ പറയുന്ന ഒരൊറ്റ ഓപ്ഷനാണ്, അത് സാക്ഷാൽ ബുംറയാണ്. ആ ഒരു ഓപ്ഷൻ അപ്പുറത്ത് കൂടുള്ളത് ആരൊക്കെയാണെന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതി. നമ്മുടെ സഞ്ജുവിന് ഈ ഒരു ഏകദിന വേൾഡ് കപ്പിൽ എന്തെങ്കിലും സാധ്യതകളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സൗത്ത് ആഫ്രിക്കയിൽ സെഞ്ചുറി നേടിയ ഒരു താരം, സൗത്ത് ആഫ്രിക്കയിൽ ട്രാക്ക് റെക്കോർഡുള്ളൊരു താരം, സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ പലപ്പോഴും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചൊരു താരം, അയാൾക്കൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് ഗംഭീരമാകും. പക്ഷേ സഞ്ജുവിൻ്റെ ഇൻകൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രകടനങ്ങൾ പലപ്പോഴും വലിയ രീതിയിൽ വിമർശനങ്ങൾ വരുന്നുണ്ട്. സഞ്ജുവിനെ ഒഴിവാക്കാൻ ഓരോ അവസരങ്ങളും കാത്തിരിക്കുന്നവരുടെ മുൻപിൽ സഞ്ജുവിന് ഏകദിന വേൾഡ് കപ്പിലേക്ക് ഒരു വഴി വെട്ടിക്കൊടുക്കോ എന്നുള്ള ചോദ്യത്തിന് കൊടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഗംഭീരമാവും. പക്ഷേ ഒരൊറ്റ ചോദ്യത്തിൻ്റെ ഉത്തരം മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. റോക്കോ സഖ്യം വേൾഡ് കപ്പിൽ ഉണ്ടാവും എന്നുള്ളത്. റോക്കോ സഖ്യമില്ലാതെ ഇന്ത്യ വേൾഡ് കപ്പിൽ ഇറങ്ങില്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഇനി അത്രമാത്രം പൊളിറ്റിക്സ് കളിച്ച് ഇന്ത്യൻ ടീമിൽ അത്രമാത്രം മാജിക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് പരിശീലകൻ ഗൗതം ഗംഭീറും അതുപോലെ തന്നെ സെലക്ടർ അഗാർക്കറും എന്തെങ്കിലും കളികൾ കളിച്ച് മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ മാത്രമായിരിക്കും ഇതിനകത്തൊരു സർപ്രൈസ് ഉണ്ടാകുന്നത്. എന്തായാലും ഈ ഒരു വേൾഡ് കപ്പിൽ നമുക്ക് അടിവരയിട്ട് പറയാം, ലോർഡ്സിൽ നടന്ന ഏകദിന ക്രിക്കറ്റിൽ നിന്നും ഓരോ ഇന്ത്യൻ ആരാധകരും മനസ്സിലാക്കിയിട്ടുള്ളൊരു ഫാക്റ്റ് ഉണ്ട്. ഇവർ രണ്ടുപേരും കളം നിറഞ്ഞാൽ നമുക്ക് പിന്നെ വേറെ ആരും വേണ്ട. ഇവർ കളം നിറഞ്ഞ് കളിക്കട്ടെ 2027 വേൾഡ് കപ്പ്. ഒരു പക്ഷേ ഒരു ലാസ്റ്റ് ഡാൻസ് പോലെ ഈ രണ്ട് ഇതിഹാസങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഏറ്റവും മനോഹരമായ അധ്യായമായിരിക്കാം. അത് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ ഒപ്പീനിയൻ എന്താ? രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആ റോക്കോ സഖ്യം 2027 ഏകദിന വേൾഡ് കപ്പിൽ വേണ്ടേ? കമൻറ്റ് ബോക്സിൽ പറയണേ.